യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാം വാക്യം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ബന്ധങ്ങളുണ്ട്, ചുറ്റുപാടും കുടുംബമുണ്ട്, കടപ്പെട്ടവരുണ്ട്. പക്ഷേ നമ്മുടെ ബന്ധം ഉറപ്പിക്കേണ്ടത് കർത്താവിനെയും അങ്ങേ സാക്ഷിയാക്കിയ. നമ്മുടെ ബന്ധങ്ങൾ ഒരുപക്ഷെ അടിസ്ഥാനപ്പെടുന്ന മനുഷ്യബന്ധങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഏലിയ പിരിയാൻ നേരം പറയുന്നത് എൻ്റെ കർത്താവിനെയും അങ്ങേ സാക്ഷിയാക്കി. എൻ്റെ കർത്താവ് അറിയാത്തതൊന്നും ഈ ബന്ധത്തിലില്ല. എന്തൊരു വലിയ ധൈര്യമാണ്, ഇതെന്തൊരു വലിയ തുറവിയാണ്. എൻ്റെ കർത്താവാണ് എനിക്ക് അങ്ങേ തന്നത്. കർത്താവിനെയും അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. പിരിയാത്തതാണ് ഈ ബന്ധം, അകലാത്തതാണ് ഈ ബന്ധം, മറക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഇത് നിന്നെ ഓർത്ത് മാത്രമല്ല, നിങ്ങളെ ഓർത്ത് മാത്രമല്ല, നിങ്ങളെൻ്റെ കുഞ്ഞായതുകൊണ്ടല്ല, ഭാര്യ ആയതുകൊണ്ടല്ല, അപ്പനായതുകൊണ്ടല്ല, അമ്മയായതുകൊണ്ടല്ല, ആങ്ങളായതുകൊണ്ടല്ല, കർത്താവിനെ പ്രതി കൂടിയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ കർത്താവ് പൂ പോലെ വിടരട്ടെ. കർത്താവിനെ പ്രതി ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കാം. നമുക്ക് പറയാം, ഞാൻ വിട്ടുമാറില്ല. മകളെ, ഞാൻ നിന്നെ പിരിയില്ല. മകനെ, ഞാൻ നിന്നെ മറക്കില്ല. ചാച്ചാ, ഞാൻ ഒരിക്കലും വിട്ടുമാറത്തില്ല. എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ വിട്ടുപോകത്തില്ല. കർത്താവിനെയും അമ്മയും പ്രതി നമുക്കിടയിൽ കർത്താവുണ്ട്. അങ്ങനെ കർത്താവിനെ വെച്ച ബന്ധങ്ങൾ താമരപ്പൂ പോലെ വിരിയട്ടെ.